ചേലക്കരയിൽ നിന്ന് വിജയിച്ച UR പ്രദീപിൻ്റെയും പാലക്കാട് നിന്ന് ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും സത്യപ്രതിജ്ഞ അല്പസമയത്തിനുള്ളിൽ നിയമസഭയിൽ നടക്കും. സ്പീക്കർ AN ഷംസീറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഘടകകക്ഷി നേതാക്കളും പാർട്ടി നേതാക്കളുമെല്ലാം ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി നിയമസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് രണ്ടാം തവണയാണ് UR പ്രദീപ് നിയമസഭയിലേക്ക് എത്തുന്നത്. 2016 അദ്ദേഹം ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. CPIMൻ്റെ പ്രതിനിധിയായിട്ടാണ് UR പ്രദീപ് നിയമസഭയിലേക്ക് വരുന്നത്. ഇത് രണ്ടാം തവണയാണ് UR പ്രദീപ് നിയമസഭയിലേക്ക് എത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രി K കൃഷ്ണൻകുട്ടി അടക്കമുള്ളവർ പങ്കെടുക്കുന്നു. വിജിൻ ചേരുന്നു. വിജിൻ, എങ്ങനെ പുരോഗമിക്കുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ? സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചു. നിയമസഭാ സെക്രട്ടറി ഇപ്പോൾ സ്വാഗത പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം സ്പീക്കർ AN ഷംസീർ പാലക്കാട് നിന്ന് വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിനും ഒപ്പം തന്നെ ചേലക്കരയിലെ രണ്ടാമത് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട UR പ്രദീപിനും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മന്ത്രിമാർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഒപ്പം തന്നെ സ്പീക്കർ ഒക്കെ തന്നെ നേരത്തെ തന്നെ എത്തി അതിന്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. വിജിന, ഇത് രണ്ടാം തവണയാണ് UR പ്രദീപ് നിയമസഭയിലേക്ക് എത്തുന്നത്. അദ്ദേഹമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, മന്ത്രി K രാജൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, P പ്രസാദ്, സജി ചെറിയാൻ, AK ശശീന്ദ്രൻ അടക്കമുള്ള കക്ഷി നേതാക്കളും മന്ത്രിമാരും ഒക്കെ തന്നെ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു. UR പ്രദീപ് എന്നത് ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. UR പ്രദീപ് സത്യവാചകം ചൊല്ലി. ഇനി ബന്ധപ്പെട്ട രേഖകളിൽ ഒപ്പുവെക്കുകയാണ് അദ്ദേഹം. രണ്ടാം തവണയാണ് ചേലക്കരയുടെ പ്രതിനിധിയായി UR പ്രദീപ് നിയമസഭയിലേക്ക് എത്തുന്നത്. അടുത്തത് രാഹുൽ മാങ്കൂട്ടമാണ്. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിലേക്കായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. നിയമസഭാ രേഖകളിൽ ഒപ്പുവെച്ച് നിയമസഭാ അംഗമായി ചുമതലയേൽക്കും. ആദ്യമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. വിജിൻ ചേരുന്നു. വിജിൻ, വിശദാംശങ്ങൾ. ഷമി, അല്പസമയം മുമ്പ് ഇരുവരും ആദ്യം UR പ്രദീപും ഒപ്പം തന്നെ രണ്ടാമതായി രാഹുൽ മാങ്കൂട്ടത്തിലും MLA മാരായി സത്യപ്രതിജ്ഞ ചെയ്തു. UR പ്രദീപ് സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. എന്തായാലും മുഖ്യമന്ത്രി, മറ്റ് മന്ത്രിമാർ, ഒപ്പം തന്നെ മുതിർന്ന LDF UDF നേതാക്കൾ ഒക്കെ ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയായിരിക്കുകയാണ്. ഇനി ഇവർക്കുള്ള വിരുന്നാണ്. നിലവിൽ സ്പീക്കറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ രണ്ടുപേരെയും സ്വീകരിക്കും. നിയമസഭയിലേക്കുള്ള സ്വീകരണമാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ആവേശം നിറഞ്ഞ തെരഞ്ഞെടുപ്പിന് ഒടുവിൽ
ഒടുവിലാണ് വലിയ ഭൂരിപക്ഷത്തിൽ ഇരുവരും MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിന് സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ് നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് മുഖ്യമന്ത്രി പൂച്ചെണ്ടി നൽകി ഇരുവരെയും അനുമോദിക്കുന്നതാണ്. ഒപ്പം തന്നെ മറ്റ് മന്ത്രിമാരും അതുപോലെ തന്നെ സ്പീക്കറും ഉൾപ്പെടെയുള്ളവർ സമീപത്തായി ഉണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കൾ, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ പ്രവർത്തകരൊക്കെ തന്നെ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും ഈ ദൃശ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് ഇരുവരെയും പൂച്ചെണ്ട് നൽകി അനുമോദിക്കുകയാണ്. മന്ത്രിമാരും തുടർന്ന് പൂച്ചെണ്ടുകൾ നൽകുന്ന ഇതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇതിനുശേഷം സ്പീക്കറുടെ വിരുന്നുമുണ്ടാകും. അല്പസമയത്തിനകം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അവസാനിക്കുകയും ചെയ്യും. വിജിൻ, അത്യന്തം വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ ചേലക്കരയിലും പാലക്കാടും ഒക്കെ കണ്ടത്. ആ ഒരു വാശി എല്ലാം അവസാനിച്ചിപ്പോൾ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് CPIM-ഉം പാലക്കാട്ട് UDF-ഉം. ആ ഒരു സൗഹാർദ്ദ അന്തരീക്ഷമല്ലേ അവിടെ നിലനിൽക്കുന്നത്? വാശിയേറിയതും ശക്തവുമായ ആ മത്സരത്തിന് ഒടുവിലാണ് വലിയ ഭൂരിപക്ഷത്തിൽ ഇരുവരും വിജയിച്ചത്. പക്ഷേ നിലവിൽ വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ സ്പീക്കറും മറ്റ് മന്ത്രിമാരും ഒക്കെ ചേർന്ന് അവരെ അനുമോദിക്കുകയാണ്. പൂച്ചെണ്ടുകൾ നൽകി അനുമോദിക്കുകയാണ്. ഗണേഷ് കുമാർ, അതുപോലെ തന്നെ K. രാജൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. കുശലം പറഞ്ഞും സന്തോഷം പങ്കിട്ടും ഒക്കെ തന്നെയാണ് സത്യപ്രതിജ്ഞ ശേഷമുള്ള ഈ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വിജിൻ, ഇത് തന്നെയാണ് ഈ ജനാധിപത്യത്തിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങളൊക്കെ ഉള്ളപ്പോൾ പോലും ഒരേ വീട്ടിൽ താമസിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഒരേ നിയമസഭയിൽ പ്രവർത്തിക്കേണ്ടി വരിക എന്നുള്ളത് തന്നെയാണ്. പരസ്പരം തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളിലും വിശ്വാസങ്ങളിലും ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ തങ്ങളുടെ സൗഹൃദവും വ്യക്തിപരമായ സ്നേഹവും എല്ലാം പുലർത്തിക്കൊണ്ട് മാത്രമേ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു മനോഹാരിത, ഒരു ഭംഗി നിലനിർത്താൻ കഴിയൂ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പൂച്ചെണ്ട് നൽകിയത്. ഒപ്പം തന്നെ UR പ്രദീപിനും പൂച്ചെണ്ട് നൽകി. സ്പീക്കർ അടക്കമുള്ളവർ ഇവരെ രണ്ടുപേരെയും, UR പ്രദീപിനെയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെയും എല്ലാം ആശംസിച്ച് കൈപിടിച്ച് കുലുക്കി സന്തോഷകരമായ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പുകളിലാണ് രണ്ടുപേരും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. മന്ത്രി K. രാധാകൃഷ്ണൻ രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചതിനെ തുടർന്നാണ് ചേലക്കരയിൽ നിയമസഭാ സീറ്റ് ഒഴിവു വന്നത്. പാലക്കാട് ഷാഫി പറമ്പിൽ മത്സരിച്ച് ലോക്സഭയിലേക്ക് എത്തിയതിൻ്റെ പിറകെയാണ് അവിടെയും ഉപതെരഞ്ഞെടുപ്പ് വന്നത്. രണ്ടിടത്തും തങ്ങളുടെ സീറ്റുകൾ നിലനിർത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഒപ്പം തന്നെ UDF-നും കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് കാലം അത്യന്തം വാശിയേറിയ വാഗ്വാദങ്ങൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാം. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് വന്നിരിക്കുന്നു. വിജയിച്ച രണ്ടു പേർക്കും നിയമസഭ എല്ലാ ആശംസകളും നേരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. UR പ്രദീപ് 2016 ചേലക്കരയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിയിരുന്നു. ഇത് രണ്ടാം തവണയാണ് UR പ്രദീപ് വീണ്ടും ചേലക്കരയിലെ ജനങ്ങളുടെ ഹൃദയം കവർന്ന് നിയമസഭയിലേക്ക് എത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പ് ഷാഫി പറമ്പിലായിരുന്നു അവിടെ 3 തവണ പാലക്കാട് വിജയിച്ചത്. ഇത്തവണ ഷാഫി പറമ്പലിൻ്റെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ കൊണ്ടുവന്നതിനെതിരെ വലിയ എതിർപ്പ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ആ എതിർപ്പൊക്കെ മറികടന്ന് രാഹുൽ മാങ്കൂട്ടം അവിടെ വിജയിച്ച് വരികയും ചെയ്തു. ഇപ്പോൾ നിയമസഭാ അംഗങ്ങളായി 2 പേരും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു.